അങ്ങനെ നാട്ടിൽ വന്ന് തൂപ്പ് തുടപ്പ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ചോറ് വെക്കാനായിട്ട് വെള്ളം അടുപ്പിലോട്ട് അങ്ങ് വെച്ച് കേട്ടോ. കുറേ നാളായി വിറകടുപ്പിൽ കത്തിച്ചിട്ടോ അതിൽ പാചകം ചെയ്ത് കഴിച്ചിട്ടും ഒക്കെ. ഇനിയിപ്പോൾ 2 മാസം ഇതിനകത്തൊക്കെ ആയിരിക്കും പരിപാടികൾ. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ദോശയ്ക്ക് ഇന്നലെ അരി അരച്ച് വെച്ചിരുന്നു. അത് നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്തു. ദോശയും ഇഡലിയും ഉണ്ടാക്കാൻ കേട്ടോ. ഞാൻ ഈ ഒരു മാവ് വെച്ചിട്ട് ദോശയും ഇഡലിയും ഉണ്ടാക്കുവേ. അപ്പോൾ അത് പകുതി എടുത്തിട്ട് നാളത്തേന് കുറച്ചെടുത്ത് ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെച്ചു. ഫ്രിഡ്ജിൽ നോക്കിയപ്പം പച്ചക്കറികളൊക്കെ കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് കുറച്ച് തോമനയും കൂടെ ഒക്കെ ഇട്ട് ഒരു സാമ്പാർ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ പച്ചക്കറികളൊക്കെ ആദ്യം മുതലേ വാങ്ങണേ. ആ സമയത്ത് ഇതേ അച്ചു പുറത്ത് ഒരു കപ്പ നിൽപ്പുണ്ടായിരുന്നു. അതൊക്കെ വെട്ടി ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കിച്ചൻ്റെ സൈഡ് നിൽക്കുമായിരുന്നു. അത് വളർന്നു പോയാൽ പിന്നെ വെട്ടാൻ പാടായതുകൊണ്ട് അതങ്ങ് വെട്ടിക്കളഞ്ഞ്. അപ്പോഴേക്കും ഇതേ ദോശയും ചുട്ടു. ആ പച്ചക്കറിയൊക്കെ വെച്ചിട്ട് സാമ്പാറും ഉണ്ടാക്കി കേട്ടോ. ഈ ഒരു സാമ്പാർ അക്കുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അപ്പോഴേക്കും ഇന്നലത്തെ ബീഫ് ഉണ്ടായിരുന്നു, അതും എടുത്ത് കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കഴിച്ചു കേട്ടോ. അപ്പം ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.